കനത്ത ഇരുട്ട് നോക്കി വീർപ്പടക്കി നിൽക്കുമ്പോൾ ഭാമയുടെ ഉള്ളു നിറയെ ആശങ്കകളായിരുന്നു. എങ്ങോട്ട് പോയതായിരിക്കും? പിച്ചവെച്ച് നടക്കാറായപ്പോൾ മുതൽ ഒന്ന് വീണുപോയാൽ കുഞ്ഞിന് നൊന്തു പോകുമോ എന്ന് പോലും പേടിച്ച് കൈക്കുള്ളിൽ നിന്ന് എങ്ങോട്ടും വിടാതെ അടക്കി പിടിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ്. ഇന്നവൻ ഒരുപാട് മുതിർന്നിരിക്കുന്നു എന്ന് മനസ്സിലായതുപോലും അല്പനേരം മുൻപാണ്. അമ്മയ്ക്കെന്നും മക്കൾ എത്ര വളർന്നാലും കുഞ്ഞുങ്ങൾ തന്നെയാണ്. കുറച്ചു നാളുകളായി അച്ഛനും മകനും തമ്മിലുള്ള നിരന്തരമായ കലഹങ്ങളിൽ ഇടയ്ക്ക് നിന്ന് അവരുടെ മാതൃഹൃദയം കലങ്ങിപ്പോയിരിക്കുന്നു. അരുതെന്ന വിലക്കുകളിലും ആജ്ഞകളിലും അധികാരങ്ങളിലും ചോദ്യം ചെയ്യാനും എതിർത്ത് നിൽക്കുവാനും ഇന്നവൻ അച്ഛനോടൊപ്പം വളർന്നിരിക്കുന്നു. വൈകി വന്ന മകനോട് കാര്യം ചോദിച്ച് തന്നോട് എതിർത്ത് സംസാരിക്കുന്നത് കേട്ടാണ് വിശ്വേട്ടൻ അങ്ങോട്ട് വന്നത്. കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുന്ന നേരത്ത് 4 അക്ഷരം പഠിച്ചുകൂടെ എന്ന് ചോദിച്ച അച്ഛനോട് അവൻ തർക്കുത്തരം പറയുന്നത് കേട്ട് അരുതെന്ന് കൈയെടുക്കുമ്പോഴേക്കും അവൻ്റെ മുഖത്ത് വിശ്വേട്ടൻ തല്ലിക്കഴിഞ്ഞിരുന്നു. എൻ്റെ ചിലവിൽ കഴിഞ്ഞിട്ട് എന്നോട് നീ അധിക പ്രസംഗം പറയുന്നോടാ? എല്ലാ മക്കളും അച്ഛനമ്മമാരുടെ ചിലവിൽ തന്നെയാണ് കഴിയുന്നത്. ചിലവിന് തരാൻ വയ്യെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറക്കിവിട്, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. തൻ്റെ പൊന്നുമകൻ തന്നെയാണോ ഈ പറയുന്നതെന്ന് അയാളും അവളും പരസ്പരം നോക്കി വിറങ്ങലിച്ചു നിന്നു. അങ്ങനെ എവിടെയെങ്കിലും പോയി ജീവിക്കാനാണോടാ ഇത്രയും കാലം ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിന്നെ വളർത്തിയത്? അച്ഛനോട് നീ മാപ്പ് പറയടാ. വളർത്തിയതിൻ്റെ കണക്കൊന്നും പറയണ്ട. എനിക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഒരു ഫോൺ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് എത്ര നാളായി? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ഫോണുണ്ട്, ഞാൻ മാത്രം ഒന്നുമില്ലാത്തൊരു തെണ്ടിയെ പോലെ. നിനക്ക് ആവശ്യമുള്ളതൊന്നും വാങ്ങിച്ചു തരാതെയാണോ ഇത്രയും നാൾ നിന്നെ വളർത്തിയത്? ഫോൺ ഉപയോഗിക്കാനുള്ള പ്രായമാകുമ്പോൾ വാങ്ങിച്ചു തരും. നിങ്ങൾക്ക് തോന്നുമ്പോൾ വാങ്ങിച്ചു തന്നാൽ മേടിക്കാൻ എനിക്കിപ്പോൾ സൗകര്യമില്ലെങ്കിലോ? ഇവനെ ഇന്ന് ഞാൻ വീണ്ടും ക്ഷമ നഷ്ടപ്പെട്ട് വിശ്വേട്ടൻ തല്ലാനൊരുങ്ങിയപ്പോൾ അവൻ ദേഷ്യപ്പെട്ട് വാതിൽ വലിച്ചു തുറന്ന് ഇറങ്ങിപ്പോയതാണ്. ഇപ്പോൾ നേരം 11 കഴിഞ്ഞിരിക്കുന്നു. എവിടെ പോയി തിരക്കും? വരും വരുമെന്ന് കാത്തിരുന്നിട്ട് നേരെ കുറേയായി. വിശ്വേട്ടൻ മുറിയിലെ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽപ്പുണ്ട്. പാവം, തന്നേക്കാൾ കൂടുതൽ സ്നേഹം അവനോട് കാണിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കൂടെ വലത്തെ കൈയിൽ അവൻ്റെ കുഞ്ഞിളം കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ഉറങ്ങുന്നത് പോലും അവനോടൊപ്പമായിരുന്നു. ഇന്ന് തനിക്ക് നേരെ നിന്ന് മറുപടി പറയുന്ന മകൻ അദ്ദേഹത്തെ തകർത്തിട്ടുണ്ടാവും. വിശ്വേട്ടാ, മെല്ലെ ആ ചുമലിൽ പിടിച്ചു. തിരിഞ്ഞു നോക്കാതെ തന്നെ ചോദിച്ചു, വന്നോ? ഇല്ല, വന്നില്ല. നേരം ഒരുപാടായി. വിശ്വേട്ടനൊന്ന് പോയി നോക്കിയിരുന്നെങ്കിൽ. പേടിച്ചാണ് ഭാമ അത് പറഞ്ഞത്. മറുപടി ഒരു ദീർഘനിശ്വാസമായിരുന്നു. നമ്മുടെ മക്കൾ ഒരുപാട് വളർന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഭാമേ. ആ സ്വരത്തിലെ പ്രാണൻ പിടിയുന്ന വേദന നെഞ്ചിൽ കൊളുത്തി വലിച്ചു. ഒരു പ്രയാസങ്ങളും അറിയിക്കാതെ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടും എനിക്കൊരു വിലയും തരാതെ എന്നെ ചോദ്യം ചെയ്യാനായിരിക്കുന്നു അവൻ. ഇനിയാകട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ അരുതേ, അവൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കേണ്ടത് നമ്മളല്ലാതെ വേറെ ആരാ? വിശ്വേട്ടൻ ഒന്ന് പോയി നോക്ക്. പാതിരാത്രിയാകുന്നു, എനിക്കൊരു സമാധാനവുമില്ല. ഭാമ കരഞ്ഞുപോയി. കുറേ നിമിഷങ്ങൾക്കു ശേഷം ഒന്നും മിണ്ടാതെ അയാൾ ഷർട്ട് എടുത്തിട്ട് പുറത്തേക്കിറങ്ങി. ഭിത്തിയിലെ ഫോട്ടോയിൽ നോക്കി ഭാമ കൈകൾ കൂപ്പിക്കരഞ്ഞു. എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിനെ നീ കാത്തോളണേ. അവന് ദുർബുദ്ധിയൊന്നും തോന്നിക്കില്ലേ? 10ാം തരത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ അനാവശ്യം പഠിത്തമാണ്. നല്ല മാർക്ക് വാങ്ങിക്കേ, അപ്പോൾ ഫോൺ വാങ്ങിത്തരാമെന്ന് വിശ്വേട്ടൻ പറഞ്ഞതാണ്. പിന്നെയും ഓരോ കൂട്ടുകാരെ കണ്ട് ഹാലിളകുന്നത് എന്തൊരു കാലക്കേടാണ് ദൈവമേ. ഭാമയുടെ അന്തരംഗം അനുനിമിഷം അവളോട് തന്നെ പിറുപിറുത്തുകൊണ്ടിരുന്നു. അറിയാവുന്ന അവൻ്റെ എല്ലാ കൂട്ടുകാരുടെയും വീട്ടിലേക്ക് ഇതിനോടകം അവർ വിളിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ ഒന്നും വീട്ടിൽ അവൻ ചെന്നിട്ടില്ലത്രേ. ഓർക്കുന്തോറും ഭാമയ്ക്ക് പേടി കൂടി. കാലം വല്ലാത്തതാണ്, അവൻ്റെ പ്രായവും. കൂട്ടിലടച്ച വെരുകിനെ പോലെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്ക് മുറിയിലെത്തി നോക്കിയപ്പോൾ മകൾ ഉറക്കം പിടിച്ചിരുന്നു. അവൾക്ക് തുടരെ തുടരെ വീട്ടിൽ നടക്കുന്ന കലഹങ്ങളിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പഠനവും ചിത്രം വരെയും മാത്രമാണ് അവളുടെ ലോകം. അവൾ അച്ഛനും അമ്മയ്ക്കും ഇതുവരെ വലിയ തലവേദനയ്ക്കിട നൽകിയിട്ടില്ല. ചേട്ടൻ്റെ വാശികൾ കേൾക്കുമ്പോൾ പലപ്പോഴും തമാശ പറഞ്ഞ് അത് വളരെ നിസ്സാരമാക്കി കളയുന്നതിന് അവൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് നല്ല തല്ലും വാങ്ങിക്കൂട്ടും. പാവം, മകൻ്റെ പല ചെയ്തികളിലും മുന്നറിയിപ്പ് തന്നിരുന്നത് പോലും മകളായിരുന്നു. സ്കൂളിൽ
ഫോൺ നോക്കിക്കൊണ്ടിരുന്ന കുറേ കുട്ടികളോടൊപ്പം ഏട്ടനെ പിടിച്ചതും പതിവായി ബുക്സ് കൊണ്ടുവരാത്തതിനും മാർക്ക് കുറഞ്ഞതിനുമെല്ലാം അവന് കിട്ടിയിരുന്ന ശിക്ഷകൾ അവൾ പറഞ്ഞു മാത്രമാണ് അവർ അറിഞ്ഞിരുന്നത്. അപ്പോഴൊക്കെ വിശ്വേട്ടൻ ഭാമയെ മാത്രം കുറ്റം പറഞ്ഞു. നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് അവനിങ്ങനെ തോന്നിവാസമായി പോയത്. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. എല്ലാത്തിൻ്റെയും ഒടുവിൽ കുറ്റം മുഴുവനും അമ്മമാർക്ക് മാത്രമായിരിക്കും. എന്തിനുമേതിനും ശാസനയും കുറ്റം പറച്ചിലും മാത്രമേ ഉള്ളെന്ന് മക്കൾ കേൾക്കെയാണ് അയാൾ ഭാര്യയെ ശകാരിച്ചിരുന്നത്. വീട്ടിലേക്ക് കയറി വന്നാൽ ഒരു സമാധാനവും തരില്ല അമ്മയും മക്കളും എന്ന് പറഞ്ഞു മക്കളും ഇപ്പോൾ അമ്മയ്ക്ക് ഒരു വിലയും തരാതെയായി. പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും മക്കളെ കുറേ ക്ലാസ്സുകൾ വരെ അവളായിരുന്നു ട്യൂഷന് പോലും വിടാതെ പഠിപ്പിച്ചിരുന്നത്. പിന്നീട് മുതിർന്ന ക്ലാസ്സിലായതോടെ അവളുടെ അറിവുകൾക്കും മേലെയായി പുസ്തകങ്ങളുടെ വലിപ്പവും കുട്ടികളുടെ വിവരവും. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ടീച്ചർ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞു തന്നിരിക്കുന്നത്. മക്കളുടെ മുന്നിൽ ഒന്നും അറിയാതെ ഒരു വിവരവുമില്ലാത്ത വെറുമൊരു അമ്മയെ പുനർജനിക്കുമ്പോൾ അവളുടെ ആത്മാവ് കേഴുന്നത് ആരും അറിഞ്ഞില്ല. അങ്ങനെ സ്വയം ഒഴിഞ്ഞുമാറി നല്ലൊരു ട്യൂഷൻ ഏർപ്പാടാക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആവശ്യമില്ലാത്ത വാശികളും ആഗ്രഹങ്ങളും കൊണ്ട് പുറത്തിമുട്ടിക്കുന്ന മകനു മുന്നിൽ പരാജയപ്പെട്ടു പിന്മാറേണ്ടി വരുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ചുവരിലെ ക്ലോക്കിന്റെ മണിമുഴക്കങ്ങൾ കേട്ട് ഭാമ വേവലാതിയോടെ എത്തി നോക്കി. 12 മണിയും കഴിഞ്ഞിരിക്കുന്നു. ദൈവമേ, തിരക്കാൻ പോയ ആളിനെ കാണുന്നില്ലല്ലോ. മകൾ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി തിരക്കാമായിരുന്നു. ഫോണെടുത്ത് വിളിച്ചു നോക്കാം. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. സാരിത്തുമ്പ് കശിക്കുകയും നെഞ്ചിലെ പെടപെടപ്പ് മാറ്റാൻ കുറേ വെള്ളമെടുത്ത മോന്തിയും ഒക്കെ അവൾ ഉള്ളിലെ ഉഷ്ണം അകറ്റാൻ നോക്കി. പെട്ടെന്നാണ് ഒരു ഓട്ടോ മുറ്റത്ത് വന്ന് നിന്നത്. അതിൽ നിന്ന് ആരൊക്കെയോ വിശ്വടനെ താങ്ങി പിടിച്ചിറക്കുന്നു. ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്പം മുൻപ് മകനെ തിരക്കിറങ്ങിയ ആളാണല്ലോ. വിശ്വട, എന്താ പറ്റിയത്? മോനെന്തിയെ? പേടിക്കാനൊന്നുമില്ല ചേച്ചി. ഞങ്ങൾ ആലത്തറ വഴി വരുമ്പോൾ ചേട്ടൻ അവിടെ വീണു കിടക്കുന്നു. പെട്ടെന്ന് പൊക്കിയെടുത്ത് വെള്ളമൊക്കെ കൊടുത്തു. ബാലു അറച്ചാണ് ചോദിച്ചത്. കൂടെ അതുവരെ മിണ്ടാതെ നിന്ന ആളിനെ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ബാലു. അവൻ്റെ മുഖം കുനിഞ്ഞിരുന്നു. ചേച്ചി, രാത്രി അമ്പലക്കുളത്തിൽ പൂച്ച എങ്ങനെയോ വീണു. അതിൻ്റെ ബഹളം കേട്ട് എല്ലാവരും ചുറ്റിന് കൂടി നിൽക്കുമായിരുന്നു. ഞങ്ങൾ അത് കണ്ട് തിരിച്ചു ബൈക്കിൽ വരുമ്പോൾ ബാലുവാണ് അച്ഛൻ വീണ് കിടക്കുന്നത് കണ്ടത്. വിശ്വട്ടനെ മുറിയിലെ കട്ടിലിൽ മെല്ലെ ഇരുത്തി വന്നവർ ആശ്വാസവാക്കുകൾ പറഞ്ഞു തിരിച്ചുപോയി. ഒരു വല്ലാത്ത നിശബ്ദത അവിടെ ആകെ പടർന്നു നിന്നു. ഒരു മൂലയിൽ കൈകെട്ടി മാറി നിന്ന മകന്റെ അടുത്തേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഭാമ ചെന്നത്. മനസ്സിലായോ ഇപ്പോഴെങ്കിലും നിനക്ക് അച്ഛൻ്റെ സ്നേഹം? കുറ്റബോധം കുനിച്ച ശിരസുമായി നിന്ന അവൻ മുഖമുയർത്തിയപ്പോൾ കണ്ണിൽ നിന്ന് അടർന്നു വീണത് 2 നീർത്തുള്ളികൾ. കൂടുതലൊന്നും പറയാൻ പിന്നെ അവൾക്ക് തോന്നിയില്ല. മുറിയിലേക്ക് ചെല്ലുമ്പോൾ മച്ചിലേക്ക് തുറച്ചു നോക്കി കിടക്കുന്ന വിശ്വേട്ടൻ മെല്ലെ അടുത്തു ചെന്ന് ആ നെഞ്ചിൽ ഒരാശ്വാസവചനം പോലെ തലോടി. പെട്ടെന്ന് ഭാവയുടെ കൈ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അയാൾ വിങ്ങി. ഞാൻ വിചാരിച്ചത് ആ അമ്പലക്കുളത്തിൽ. വേണ്ട വിശ്വേട്ട, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അവൻ വന്നല്ലോ. ഇപ്പോഴാ നെഞ്ചൊന്നടങ്ങിയത്. പെട്ടെന്ന് ഒരു വിങ്ങിപ്പൊട്ടൽ കേട്ട് 2 പേരും ഞെട്ടിത്തിരിഞ്ഞു. അച്ഛൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന മകൻ. എന്നോട് ക്ഷമിക്കച്ചാ, ഞാനിനി എങ്ങും പോവില്ല, നിങ്ങളെ ആരെയും വിഷമിപ്പിക്കില്ല. ആ വാക്കുകൾ ഒരു ജീവാമൃതം പോലെയാണ് അവരുടെ മേലേക്ക് വർഷിച്ചത്. ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതായതുപോലെ. ടപ് ടപ് ഒരു കയ്യടി ശബ്ദം കേട്ടാണ് 3 പേരും ഞെട്ടിത്തിരിഞ്ഞു നോക്കിയത്. വാതിൽക്കൽ മകൾ ആ ആനന്ദ നിമിഷം കണ്ട് കൈയടിക്കുന്നു. മോൾ ഉറങ്ങിയില്ലേ? ഇവിടുത്തെ ഈ ബഹളം കാരണം എങ്ങനെ ഉറങ്ങാനാ? അച്ഛാ, ആ ഫോണും തന്നെ, ഒരു സെൽഫി എടുക്കട്ടെ. അതു കേട്ട് പാതിരാവിൽ ആ വീട്ടിൽ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വലിയ ചിരി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.